ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ജാവാസ്ക്രിപ്റ്റിലുള്ള വൺ ലൈനേഴ്സ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ അത് ഹെൽപ്ഫുൾ ആവും. ഒന്നാമത്തത് റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് ഫ്രം ആൻ അറേ. ഇവിടെ ഓൾറെഡി എനിക്ക് ഒരു അറേ ഉണ്ട്. അതിൽ കുറേ ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് ഉണ്ട്. എല്ലാ ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെന്റ്സ് ഞാൻ ഒഴിവാക്കുകയാണ് യൂസിങ് സെറ്റ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. സെറ്റ് കൊടുക്കുന്നു, സെറ്റിലേക്ക് അറേ പാസ് ചെയ്യുന്നു. നമ്മളത് റൺ ചെയ്ത് നോക്കുന്നു. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് എല്ലാം ഒഴിവായിട്ട് പുതിയൊരു അറേ കിട്ടും. ഇത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, ഒരു അറേന്റെ ലാസ്റ്റ് എലമെന്റ്സ് നിങ്ങൾക്ക് കിട്ടണം. ലാസ്റ്റ് എലമെന്റ് കിട്ടാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറേ ഡോട്ട് അറ്റ് യൂസ് ചെയ്യാം. അറ്റ് എന്നുള്ള മെത്തേഡിൽ -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ലാസ്റ്റത്തെ എലമെന്റ് 1. എൻ്റെ അറേയിലെ ലാസ്റ്റ് എലമെന്റ് 1. ഓക്കെ, ഇനി ഒരു സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ട്രിങ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഞാൻ എന്നാണ്. ഇപ്പോൾ പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വായിക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോൾ സെയിം ആയിട്ട് വരണം. അതാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, str ഈക്വൽ ടു അതായത് ഇവിടെ ഡിക്ലെയർ ചെയ്ത str ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് str സ്പ്രെഡ് ചെയ്യും. str സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് na എന്നുള്ളത് n, a, എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്തതിന് ശേഷം അതിനെ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇതെനിക്ക് ട്രൂ ഓർ ഫാൾസോ റിട്ടേൺ ചെയ്യും. ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഇപ്പോഴത്തെ കേസിൽ എനിക്ക് ട്രൂ റിട്ടേൺ ചെയ്യണം. ട്രൂ. ഇപ്പം ഞാനിവിടെ എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ അത് ഫാൾസ് റിട്ടേൺ ചെയ്യും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി വാരിയബിൾസ് സ്വാപ്പിംഗ് നിങ്ങൾക്ക് എളുപ്പമായി ചെയ്യാം. അതിന് ഞാൻ ഇവിടെ ഒരു 2 വാരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. x is equal to 10 ആൻഡ് y is equal to 5. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുക. ആ അറേൻ്റെ ഉള്ളിൽ y, x എന്ന് കൊടുക്കുക. എന്നിട്ട് അറേ ഡീസ്ട്രക്ചർ യൂസ് ചെയ്യുക. വേറൊരു അറേ ഇപ്പുറം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ x, y എന്ന് കൊടുക്കുക. ഇവിടെ ഒരു ഈക്വൽ ടു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എക്സും വൈയും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാല്യൂസ് സ്വാപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും, ടെമ്പററി വാരിയബിൾ യൂസ് ചെയ്യുന്നതിന് പകരം. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനീഷ്യലി എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? 10 ആയിരുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 5 ആയി. വൈൻ്റെത് 10 ആയി. വൈൻ്റെ ഇനീഷ്യലി 5 ആയിരുന്നു. ഇനി ഒരു അറേൻ്റെ അകത്ത് അറേൻ്റെ ഉള്ളിലുള്ള മാക്സ് എലമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. അതിൽ മാത്ത് ഡോട്ട് മാക്സ് എന്നിട്ട് നിങ്ങളുടെ അറേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറേൻ്റെ അതിലുള്ള ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ റൺ ചെയ്യുന്നു. അപ്പം 33 ആണ് ഏറ്റവും മാക്സ് എലമെന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ, ലൈക്ക്, അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.